കോട്ടയം ഇല്ലിക്കലിൽ ആയയുടെ അശ്രദ്ധ മൂലം സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങും വഴി 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഷാൾ ബസിന്റെ ഡോറിനുള്ളിൽ കുടുങ്ങി അപകടത്തിൽ പരിക്കേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുമ്പും സമാനമായ രീതിയിൽ ഈ ഒരു ബസ്സിലെ ആയക്കെതിരെ ഈ ഒരു കുട്ടിയുടെ അമ്മ പരാതി നൽകിയെങ്കിലും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്. ഇത് ഒരു 5:30, 5:45 ആ ടൈമിലാണ് കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുട്ടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ ഡോർ അടച്ചു. അപ്പം ആ ഡ്രസ്സ് ഡോറിൽ കുരുങ്ങിയിട്ട് വണ്ടി അന്നേരം തന്നെ മുന്നോട്ടെടുത്തു. ഒരു 2.5 മീറ്ററോളം കുട്ടിയെ വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അപ്പം അടുത്തുള്ള ആളുകളൊക്കെ കൂടെ ബഹളം വെച്ചപ്പോഴാണ് വണ്ടി നിർത്തിയത്. അപ്പം ഇവർ ഈ ആയായിട്ട് നിൽക്കുന്ന സ്ത്രീ ശ്രദ്ധിക്കണ്ടേ, ഇതൊക്കെ ഡോർ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, കുട്ടി വെളിയിൽ ഇറങ്ങി മാറിയെന്നൊക്കെ ശ്രദ്ധിക്കണ്ടേ. അത് ശ്രദ്ധിക്കാതെ വന്നതിൻ്റെ പ്രശ്നമാണ്. പരാതി കൊടുത്തിട്ടുണ്ടോ? അതോ പരാതി കൊടുത്തിട്ടില്ല. നമ്മളിപ്പം ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും കേസുണ്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലുകാരോട് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഈ വീടിൻ്റെ വാതിൽക്ക വെച്ചിട്ടാണ് ഈ സംഭവം. അതായത് ഇവര് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒരു വീടിൻ്റെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്കാണ് താമസിക്കുക. അപ്പോൾ അവർ പെട്ടെന്ന് താഴേക്ക്, കുട്ടിയുടെ ഉമ്മ തന്നെ താഴേക്ക് ഓടി ഇറങ്ങി വന്ന് ബഹളം വച്ചിട്ടാണ് അന്നേരമാണ് ഈ വണ്ടി നിർത്തുന്നത്. അന്നേരം തന്നെ പെട്ടെന്ന് കിട്ടിയ വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിന് ഒരു 3 മാസം മുമ്പ്, 1 മാസം മുമ്പ് ഇതുപോലെ 3 കംപ്ലൈൻറ്റ് കൊടുത്താ ഈ ആയക്കെതിരെ തന്നെ ഈ കുട്ടിയുടെ മാതാവ് കംപ്ലൈൻറ്റ് കൊടുത്താ. അതായത് അവരൊരു പ്രാവശ്യം ഈ കുട്ടീനോട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. നിന്നെ ഞാൻ തള്ളിയിട്ടിട്ട് നീ ചാടിയതാന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ അത് അന്ന് തന്നെ സ്കൂളിലേക്ക് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. പക്ഷെ അതിന് നടപടിയൊന്നും എടുത്തില്ല. അവരത് നിസ്സാരമായിട്ട് കണ്ടു. അതാണ് ഇപ്പോൾ ഈ ഇങ്ങനൊരു അപകടം ഉണ്ടായ കാര്യം. ഇപ്പോൾ ഈ അപകടം നിസ്സാരമായിട്ട് ഇപ്പോൾ കാലിലൂടെ കയറി ഇറങ്ങി, അതേ സമയത്ത് തലയിലൂടെ കയറി ഇറങ്ങുന്നെങ്കിലോ. നമ്മുടെ പൊതുവേ ഉള്ള പ്രശ്നം, ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി 3 പ്രാവശ്യം പറഞ്ഞതാണ്. അത് അവർ ശ്രദ്ധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നടപടി വേണം. കാരണം ഇനി മുന്നോട്ട് ഈ കുട്ടി അവിടെ പഠിക്കേണ്ടതല്ലേ. ഈ കുട്ടിയെന്നല്ല, ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും ഇത് ബാധകമാണല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഈ കുട്ടിക്ക് സംഭവിച്ചു, ചിലപ്പം മറ്റൊരു കുട്ടിക്ക് ഇന്നത് സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ പോലെ ഇനിയും അത് സംഭവിക്കാം ഇവർ ഈ അതേ ജോലിക്ക് നിൽക്കുന്നതെങ്കിൽ. അപ്പോൾ ഒരു ശ്രദ്ധ ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ആളുകൾ എടുക്കുന്ന ഒരു പ്രകൃതിയാണ് നമ്മൾ കണ്ടുവരുന്നത് മിക്ക സ്കൂളുകളിലും. തീരെ കുറഞ്ഞ ശമ്പളത്തിന് ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ, അതായത് ഈ ഒരു ബസ്സിനെ എങ്ങനെയാണ് ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു പ്രാക്ടീസ് പോലും കിട്ടാത്ത ആളുകളായിരിക്കാം ചിലപ്പോൾ ഈ ജോലിക്ക് നിൽക്കുന്നത്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, എന്നാലും നമ്മൾ കണ്ടുവരുന്ന ഒരു 90% അങ്ങനെ തന്നെയാണ്. അപ്പം അവർക്ക് കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യക്തമായ ധാരണയില്ല. ഒരു കുട്ടിയെ വണ്ടി തന്നെ നിർത്തി ആ റോഡ് ക്രോസ് ചെയ്ത് വിടേണ്ടത് ഈ ആയയുടെ ഉത്തരവാദിത്തമാണ്. ബസ്സേ നിറക്കി വിട്ടിട്ട് കാര്യമില്ല. ഈ കുട്ടി സുരക്ഷിതമായിട്ട് അവിടെ എത്തിയെന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഈ വണ്ടി വിടാൻ. അത് ചെയ്യാറില്ല. അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം.